ഷാജഹാൻ, വെരി ഗുഡ് മോർണിംഗ് ഷാജഹാൻ. തൃശ്ശൂരിൽ എവിടെയാണ് ഷാജഹാന്റെ വീട്? വെരി ഗുഡ് മോർണിംഗ് സാറേ. സാറിന്റെ ഒരു ആരാധകനും കൂടിയിട്ടോ ഞാൻ. അയ്യോ, ആരാധകൻ വേണ്ട, സ്നേഹം മതി. സന്തോഷം. എന്റെ പേര് മുഹമ്മദ് ഷാജഹാൻ. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു ഷാജഹാൻ? എനിക്ക് കൺസ്ട്രക്ഷൻ വർക്ക്, പടവ്, തേപ്പ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഷാജഹാന്റെ? വീട്ടില് വൈഫിന്റെ പേര് ഷാജിദ. രണ്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഓക്കെ, പറയൂ, വയനാട്ടിൽ എന്ത് സഹായമാണ് ചെയ്യുക? ഞാൻ ഈ പടവും തേപ്പൊക്കെയാണ് എനിക്ക് വർക്ക്. അത് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അതെ. ഓക്കെ, ഒരു മാസത്തെ അല്ലെങ്കിൽ 2 മാസം ആണെങ്കിലും ഒക്കെ പോയി ചെയ്തു കൊടുക്കാം. ഓക്കെ, വയനാട്ടിലെ മനുഷ്യരുടെ ഒക്കെ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവുന്നുണ്ടല്ലേ ഷാജഹാൻ? ഒരുപാടുണ്ട്. ഓക്കെ, നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക അല്ലേ? അതെ 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 അതെ. ഓക്കെ, തൃശ്ശൂരിൽ കുന്നംകുളത്താണ്. ജീവിതമൊക്കെ സുഖമായി പോകുന്നു? അതെ, കുഴപ്പമില്ലാണ്ട് പോണു. ഓക്കെ, സന്തോഷമായിരിക്കും ഷാജഹാൻ. തീർച്ചയായിട്ടും ഷാജഹാന്റെ പേര് ഞങ്ങൾ രേഖപ്പെടുത്തി വെക്കാം. നമുക്ക് അത്തരം ഒരുപാട് മനുഷ്യരെ നമുക്ക് ആവശ്യമുണ്ടല്ലോ. ഇതൊരു കൂട്ടുത്തരവാദിത്വമായി നമുക്ക് മുന്നിൽ ഉണ്ട്. തീർച്ചയായും നമുക്ക് ഏറ്റെടുക്കാം ഷാജഹാൻ. താങ്ക് യു ഷാജഹാൻ, വിളിച്ചതിലും പങ്കാളിയാകാൻ കാണിച്ച മനസ്സിനും. ഷാജഹാൻ സാധാരണ വീടിൻ്റെ തേപ്പ് ഒക്കെ ചെയ്യുമല്ലോ, അത്തരത്തിൽ നിർമ്മാണ തൊഴിലാളിയായ ഷാജഹാനാണ് നമ്മളെ വിളിച്ചത്. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള മനുഷ്യർ എങ്ങനെയും ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് എന്ന ആവേശമായി നിൽക്കുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സമയം പോകുന്തോറും ഈ സഹായിക്കാനുള്ളൊരു ആവേശമുണ്ടല്ലോ, അത് കുറഞ്ഞു വരും. അത് സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ ഒരു വലിയ ആവേശ കമ്മിറ്റിക്കാരായിട്ടൊക്കെ മാറുന്നു, അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ സമയം കുറയുമ്പോൾ ആവേശ കമ്മിറ്റിയിലെ ചില ആളുകൾ പിരിഞ്ഞു പോകും. പിന്നീട് നമ്മൾ അവരെ നോക്കി ഒന്ന് സഹതപിക്കും, ഒരു ദീർഘനിശ്വാസം വിടും എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കില്ല.